എല്ലാവർക്കും തിരുനാമത്തിൽ വന്ദനം. മോശ കരം ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കരം താണുപോയാൽ അമാലേക്കർ ജയിക്കും. അതുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ 2 സഹോദരന്മാരായിരിക്കുന്ന അഹരോനും ഹൂരും എൻ്റെ കൈ താങ്ങും. യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്യുക. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജയിക്കും. എൻ്റെ കൈ താണുപോയാൽ അമാലേക്കർ ജയിക്കും. അത് വരാതിരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പ്രതികൂല സാഹചര്യങ്ങൾ അനുദിനം കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളാൽ മനുഷ്യൻ തളർന്നു ക്ഷീണിച്ചു പോകുമ്പോൾ മോശ കരമുയർത്തിപ്പിടിച്ചതുപോലെ നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാം. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ അവിടെ നമുക്ക് വിടുതലുണ്ട്, വിജയമുണ്ട്. അതിലൂടെ നമുക്ക് ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് ഒരു കൺവെൻഷന് കടന്നുപോയപ്പോൾ അവിടെ കടന്നു വന്ന ഒരു പ്രാസംഗികൻ ആരംഭത്തിൽ കുറേ സ്തോത്രങ്ങളും ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് അദ്ദേഹം ആൾക്കാരെ ഇളക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാം. അങ്ങനെ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കൈ ഉയർത്തുക, ഹല്ലേലൂയ പറയുക. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞിട്ടല്ല ഉയർത്തേണ്ടത്, ഒരാൾ പറഞ്ഞിട്ടല്ല സ്തോത്രം ചെയ്യേണ്ടത്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഓർത്തുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുകയും സ്തോത്രവും അറിയാതെ കടന്നു വരും. അതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും പ്രാപിക്കാൻ കഴിയും. ഈ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ മോശയെ പോലെ ഒരു വിജയം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അവർ വിജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ മിസ്പയിൽ ഒരു കല്ല് നാട്ടി അവിടെ യഹോവ നിസ്സി എന്ന് പറഞ്ഞ് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. യഹോവ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞു. യഹോവ നിങ്ങളെ സഹായിക്കും, നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഇന്നവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരട്ടെ. വിജയവും അനുഗ്രഹവും പ്രാപിക്കുവാൻ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സഹായിക്കട്ടെ.